എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് പൊറോട്ടയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു മുട്ട, 1 ടീസ്പൂൺ പഞ്ചസാര. ഈ മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ആ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് പൊടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അതിന് മുകളിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടിയും എണ്ണയും എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ തേച്ച് കൊടുക്കുക. ഇനി ഇത് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്ന കണക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നന്നായിട്ട് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ നീട്ടിയെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് എത്തുമ്പോഴത്തേക്ക് അത് ഇതിന് അടിഭാഗത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കുക. ഒരു അരമണിക്കൂർ കൂടുതൽ വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഇനി പരത്താൻ ആവശ്യത്തിന് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുത്തേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ആകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും പെട്ടെന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് തന്നെ ഒരുപാട് നേരം ഇട്ടിരുന്നു കഴിഞ്ഞാൽ പൊറോട്ട കുറച്ച് കട്ടിയായി പോവും. അപ്പോൾ വേഗം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുക. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ കുറച്ച് കനം കുറച്ചാണ് പരത്തിയെടുക്കുന്നത്. കനം കുറച്ച് പരത്തിയെടുത്താൽ നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചുട്ടെടുക്കുക. പിന്നെ കനം കുറച്ച് പരത്തിയത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ലെയേഴ്സൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കാസ്ട്രോളിലോട്ടെങ്ങാനും മാറ്റി വെക്കുക. ഇപ്പോൾ പൊറോട്ടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിൽ ഒരു 9 എണ്ണം കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ മൈദയുടെ പൊറോട്ടയൊക്കെ അടിക്കുന്ന കണക്ക് ഇത് ഒരുപാട് അങ്ങ് അടിക്കരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലും നന്നായിട്ട് ലെയർ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.